മലയാളം നേരത്തെ വന്നിട്ടതാണ്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ ഇട്ട്. നേരായിട്ട് വീഡിയോയും പോക്കി പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം അവരിട്ട്. എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും നീ പപ്പട കട്ട് തിന്നു. നല്ല സദ്യയായിരുന്നു. ഒരു സിസ്ലിംഗ് ബ്രൗണി ഓർഡർ ചെയ്തു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മള് ഗൈസ് പിങ്കിയുടെ ഫുൾ ഔട്ട്ഫിറ്റ്. പിങ്കി ഇന്ന് മലയാളി മങ്കിയായിട്ട് തിളങ്ങാൻ പോവുകയാണ്. ഞാൻ പേര് കൊടുത്തില്ല, അതാണ് കോമഡി. മലയാളം മങ്കി. ഗൈസ് നമ്മള് കോളേജിൽ നിന്ന് ഓണ സെലിബ്രേഷനാണ്. ഓണ സെലിബ്രേഷനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ കോളേജിലെത്തി. കോളേജിന്റെ വെളിയിലുണ്ട് ഗൈസ്. എമീനെ അവിടെ സഫ കൊണ്ട് നടക്കുകയാണ്. അല്ലനും ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ എമീൻ. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരണ്ടല്ലേ എമീനെ അറിയാല്ലേ. ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എമിയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ കോളേജിന് പുറത്ത് നിൽക്കുകയാണ്. ഇത് നമ്മൾ അല്ലനാണ്. അപ്പോൾ പിങ്ക് ഇതാ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് അകത്ത് കയറാൻ വേണ്ടി. നമ്മൾ അല്ലൻ നിൽക്കുന്ന ഗൈസ് പോണിക്കുത്തി അല്ല ഓക്കെ. അല്ല അവിടെ ഹായ്ക്ക് കാണിച്ച് നമ്മൾ അകത്ത് കയറിയ ഉടനെ നമ്മൾ കണ്ടത് അത്തമാണ്. അടിപൊളിയായിട്ടില്ലേ ഗൈസ്. നമ്മളൊന്നും അല്ല ഇട്ടത്, ആരാ ആ പിള്ളേർക്ക് നേരത്തെ വന്നിട്ടതാണ്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ ഇട്ടത്. നല്ല രസമില്ലേ കാണാൻ. പിന്നെ നമ്മളിങ്ങോട്ട് വന്നു. പിങ്കിക്ക് ഡാൻസൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴാണ് കാഴ്ച കണ്ടത്. നമ്മൾ ഫുഡ് സെക്ഷൻ ഇതാണ്. പാർക്കിംഗ് ഏരിയയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പിള്ളേരെല്ലാം നിൽക്കുന്ന കണ്ടിട്ട് പോയതാണ്. നമ്മൾ പോയതിന് ശേഷം പിന്നെ വീണ്ടും കൂടി പിള്ളേരെന്ന് വെച്ചാൽ കോസ്റ്റ്യൂംസൊക്കെ കണ്ട അടിപൊളിയായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു. കളർ കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു. സെറ്റ് സാരി ഉണ്ടായിരുന്നു. നമ്മൾ സെറ്റ് സാരി ഒന്നും അല്ലായിരുന്നു, നമ്മൾ സാധാ ചുരിദാറായിരുന്നു. ഫർസായും സഫായും പിങ്കിയൊക്കെ സോറി ഗൈസ്, ഫർസായും സഫായും മുകളിൽ നിൽക്കുകയാണ്. അവർക്ക് താഴെ ഇറങ്ങാൻ വയ്യ ഗൈസ്. കാര്യം അവർക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എമ്മിക്ക് വയ്യ ഗൈസ്. അപ്പം നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. എമ്മിക്ക് വയ്യാത്തതല്ലേ. ഇതാണ് നമ്മളുടെ കൊച്ച് നമ്മളെ ജൂനിയറാണ് ഗൈസ്. പിങ്കി ഇപ്പോൾ ഒരു നോട്ടം നോക്കും. അപ്പോൾ ഗൈസ് ഈ കൊച്ചിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. പിങ്കി ഫോട്ടോഷൂട്ടിലാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി. ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറയാണ് ഗൈസ്. എനിക്ക് തന്നെ അറിയാൻ വയ്യ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. നിങ്ങൾക്ക് കേൾക്കാനും പറ്റത്തില്ല എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അങ്ങനെ ഒരു സംഭവം പൊട്ടിച്ചതുകൊണ്ട് അടിപൊളിയായിരുന്നു ഗൈസ്. ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ നിൽക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ എൻജോയ് ചെയ്ത് സെറ്റായിരുന്നു. ചെണ്ടമേളമൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിങ്കി ഇതാ കണ്ടില്ലേ. പിങ്കി ഒരുപാട് ഡാൻസ് പിങ്കി കളിച്ച്. കാര്യം പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. നമ്മളെക്കാളും ഇഷ്ടമാണ് അവൾക്ക്. ഭയങ്കര വിഷമമായിരുന്നു ലാസ്റ്റായിട്ടുള്ള ലാസ്റ്റായിട്ടുള്ള താക്ക് തപ്പിപ്പോയി ഗൈസ്, നിങ്ങൾ ക്ഷമിക്കുക. ലാസ്റ്റായിട്ടുള്ള ഓണമാണെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ നമ്മൾ സഫാനയും ഫർസാനയും ഒക്കെ എടുത്ത് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അടിയും ഉണ്ടായി. അതെല്ലാ കോളേജിലും ഉണ്ടായല്ലോ. ഒരു ചിന്ന അടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഓക്കെ ആയിരുന്നു. അവരെ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്ത്. ആ ചിന്നക്കൊടയുടെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചൊക്കെ അവർ ഡാൻസ് കളിച്ച്. പിന്നെ പിങ്കി ഇതിൽ ചെണ്ട കൊട്ടുന്നുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. ഞാൻ അത് ഇടുന്നതാണ്. അത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം, മറക്കരുത്. ഓക്കെ, ഇതിൽ തന്നെ ഉണ്ട്. ചെണ്ട കൊട്ടലൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ ഇതിൻ്റെ പേരെന്തോന്ന് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു സെലിബ്രേഷൻ്റെ പേര് റിവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കാണുക. ഒരു സെക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ആ നടുക്കുന്നൊക്കെ നിന്ന് ആ ഒരു കാര്യം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്ന കോളേജ് എന്ന് പറയുന്ന അത്ര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ പേരിപ്പോൾ കാണിക്കും ഗൈസ്, നിങ്ങൾ കാണുക. ഓക്കെ, എന്താണ് പേരെന്ന് ഇപ്പം വരും ഗൈസ്. പിള്ളേർ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇടാനുള്ള പരിശ്രമത്തിലാണ്. ഇപ്പം ഇടും. നമ്മൾ കുറേ നേരമായിട്ട് വീഡിയോയും പോക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം അവരിട്ട്. കാഹളം എന്നായിരുന്നു പേര്. ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക്
ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളെ കോളേജ്. എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കോളേജിൽ പോണ റെയിനി ഡേ, എനിക്ക് എല്ലാ ഡേ ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്, റെയിനി ഡേ ഉണ്ട്, കളർ ഡേ ഉണ്ട്, കോളേജ് ഡേ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഡേ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളത് കാണിക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ പിള്ളേരൊക്കെ നല്ല ഓണായിരുന്നു. പിങ്കിയൊക്കെ നല്ല ഓണാണ്. ഞാനും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് ഡാൻസ് കളിക്കാനെന്ന് പറഞ്ഞൂടെ ഗൈസ്. പിന്നെ അവളെ കൂടെ തുള്ളുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വാവയാണ് ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. വാവയെന്ന് വെച്ചാൽ സെൽമ, ഞാൻ അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. എൻ്റെ കസിൻ ആയതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ അവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയോ പറയുന്നു ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. കാര്യം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല ഇതിന്. കാര്യം ഫുള്ള് ബഹളമാണ്, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. പിന്നെ എന്തോന്ന് വെച്ചാൽ പിങ്കി കൊട്ടുന്ന വീഡിയോ ഞാൻ കാണിക്കാം. അവളെ നമ്മളാണ് തള്ളി വിട്ടത് അവിടെ പോയി ഡാൻസ് ചെയ്യാൻ വേണ്ടി. കാര്യം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ആയി ഡാൻസും കാര്യങ്ങളും. പിന്നെ പരിപാടി ഇല്ല, അവസാനിച്ച്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ വേറൊരാളെ കണ്ടു. ഇതാണ് നമ്മളുടെ അനിയൻ ജംഷീനെ തൂക്കിയിട്ട് ജംഷി എടുത്ത് ചോദിച്ചു, മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്ന സെറ്റായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവൻ നമ്മളെന്തോ പറഞ്ഞിട്ട് പോയി. ഇതാണ് നമ്മളെ ചേച്ചി. കൊറേ നാളായി ചേച്ചീനെ കണ്ടിട്ട്. ചേച്ചി സുഖമാണോ? സുഖം. ചേച്ചിയുടെ കൊച്ചെന്ത് പറയുന്നു? കൊച്ചൊന്നും പറയുന്നു, കൊച്ചു മലയാളം പറയുന്നു. ചിരിച്ചോട് കഴിച്ചിട്ടല്ലേ പോകുമ്പോൾ ചേച്ചി ഫീസ് അടയ്ക്കാൻ വന്നിടത്ത് പടം കണ്ടു പറ്റില്ല. എടുക്കൂടി നിത്യമായി എടുക്കൂ. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും, നീ പപ്പട കട്ട തിന്നെന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മളിതാ ഇവിടെ സദ്യ കഴിക്കാതിരിക്കുകയാണ്. നമ്മള് തൂണിന്റെ അപ്പുറത്തായിപ്പോയി. പിന്നെ അങ്ങ് ഉഗാണ്ടയിലായിപ്പോയി. എമിക്ക് ഇവിടെ വിശക്കുകയാണ്. എമി എല്ലാരെയും, അവളെ പപ്പടം, എന്റെ പപ്പടം, തപ്പാടെ പപ്പടം, പിങ്കിയുടെ പപ്പടം എമി തിന്നു. എമി എന്തായിരുന്നു പോടിയെന്ന്. ഗൈസ്, നമ്മൾ ചോറ് വന്നു. നല്ല സദ്യയായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. എനിക്ക് 18-ാം തീയതി ലൈസൻസിൻ്റെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ എടുക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ വടംവലി ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മളങ്ങനെ തിരിച്ചു പോയി. ഇവർ എൻ്റെ സ്കൂട്ടിയിൽ എന്നെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. നല്ല ഹോണ്. ആരെങ്കിലും പാത്രം എടുത്തോണ്ട് പാലാണെന്ന് പറഞ്ഞു. അല്ല, പാല് 1 ലിറ്ററിന് 25 രൂപ. അല്ല, 1 ലിറ്ററിന് 50 രൂപ. പറത്തണ്ട, പയ്യെ പോയാൽ അത് പറത്തിയ കറക്റ്റായിട്ട് ഇരിക്കും. ഹലോ ഗൈസ്, we are going to രഘുനാഥപുരം. നമ്മളൊരു സബ്സ്ക്രൈബർ ഇപ്പം നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ട് പോയി. യൂട്യൂബ് ചാനൽ വിളിച്ച് ഗൈസ്.
ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ മൂന്നുപേരും ഒരുമിച്ചായി. നമ്മൾ പാപ്പാജി പോയിട്ട് ഒരു സിസ്ലിംഗ് ബ്രൗണി ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു, അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഹണി ചിക്കൻ അൽഫാമാണ്. ഇത് ചില്ലിയുടെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു എന്താ പറയുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. നല്ലതായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നുപേരും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ബൈ ബൈ.